The next question. Your application has a large international audience and runs stateless virtual machines in a managed instance group across multiple locations. One feature of the application lets users upload files and share them with other users. File must be available for 30 days. After that, they are removed from the system entirely. Which storage solution should you choose? Okay. ഇതിൽ നമ്മൾ സ്റ്റോറേജ് സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റോറേജ്? അപ്പം 30 ഡേയ്സ് അവൈലബിൾ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ ഫുള്ള് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഓഡിയൻസ് വേണ്ടതാണ്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് വേണം. അങ്ങനെ കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾക്ക് അത് വെച്ചിട്ട് ആൻസർ എന്ന് പറയുന്നത് മൾട്ടി റീജിയണൽ ക്ലൗഡ് സ്റ്റോറേജ് ബക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി റീജിയണൽ എന്ന് പറഞ്ഞാൽ പല റീജിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് ആകുമ്പം നമുക്ക് ലൈഫ് സൈക്കിൾ നമ്മൾക്ക് ഇങ്ങനെ 30 ഡേയ്സ് കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ചെയ്യണം. ആ രീതിയിലുള്ള ലൈഫ് സൈക്കിൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി റീജിയണൽ ക്ലൗഡ് സ്റ്റോറേജ് ബക്കറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. യു ഹാവ് എ ഡെഫിനിഷൻ ഫോർ ആൻ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് that contains a web application. You are asked to deploy the application so that it can scale based on the HTTP traffic it receives. What should you do? Okay. ഇതിലും ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്രിയേറ്റ് എ മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ്. എന്നിട്ട് കോൺഫിഗർ ഓട്ടോ സ്കെയിലിംഗ് ബേസ്ഡ് ഓൺ HTTP traffic and configure instance group as the backend service of an HTTP load balancer. അതാണ് അതിൻ്റെ ആൻസർ. You want to find out who is your organization has owner access to a project called My Project. What should you do? So to find out ആർക്കാണ് ഈ ഒരു ഓണർ ആക്സസ് ഉള്ളതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GCP കൺസോളിനകത്ത് IAM പേജ് എടുക്കുക. IAM പേജ് എടുത്തിട്ട് നമ്മൾ ഈ ഓണർ റോളുള്ളത് ആർക്കാന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ റോൾ ഫോർ യുവർ കൊളീഗ്സ് ദാറ്റ് വിൽ അപ്ലൈ ടു ഓൾ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് created in your organization. The role should have the permission of the BigQuery job user and Cloud Bigtable user roles. You want to follow Google recommendation practices. How should you create new role? എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫോർ യുവർ ഓർഗനൈസേഷൻ ഇൻ ദ GCP കൺസോൾ അണ്ടർ റോൾസ് സെലക്ട് ബോത്ത് റോൾസ് and combine them into new custom role. Next question. You work in a small company where everyone should be able to view all resources of a specific project. You want to grant them access following Google's recommended practices. What should you do? And answer, create a new Google group and all users to the group. Use ഒരു കമാൻഡ് gcloud projects add IAM policy binding with the project viewer role and group email address. നമ്മൾ ഗൂഗിൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് എല്ലാ യൂസറിനെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് പ്രൊജക്റ്റ് വ്യൂവർ റോള് കൊടുക്കുക ഗ്രൂപ്പ് ഇമെയിൽ അഡ്രസ്സിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു നീഡ് ടു വെരിഫൈ the assigned permissions in a custom IAM role. What should you do? ഒരു കസ്റ്റം IAM റോളിൻ്റെ പെർമിഷൻസ് നമുക്ക് വെരിഫൈ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ പോലെ GCP കൺസോൾ എടുക്കുക. IAM സെക്ഷനിൽ പോയിട്ട് ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. We can view the information from the IAM section in GCP console. Next question. Which of the following services provides real-time messaging? Real-time messaging എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലൗഡ് പബ്സബ് ഒരു റിയൽ ടൈം മെസ്സേജിങ് സർവീസാണ്.
നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് വുഡ് നിയർ ലൈൻ സ്റ്റോറേജ് ആർ ബി വെൽ സ്യൂട്ടഡ് ഫോർ? ഇത് നമ്മൾ സ്റ്റോറേജിൻ്റെ വരുന്നതാണ്. നമുക്കറിയാം പലതരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, നിയർ ലൈൻ, കോഡ് ലൈൻ, ആർക്കൈവ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട്. നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു 365 ഡേയ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കൈവ് യൂസ് ചെയ്യും. അങ്ങനെ ഒരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് വുഡ് നിയർ ലൈൻ സ്റ്റോറേജ്? നിയർ ലൈൻ എന്ന് പറയുമ്പോൾ ഇൻഫ്രീക്വൻ്റ്ലി റീഡ് ഡാറ്റ ബാക്കപ്സ് എപ്പോഴും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ആക്സസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ നിയർ ലൈൻ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്ട്സ് വിൽ അലൗ യു ടു അഡ്മിനിസ്ട്രേറ്റ് യുവർ പ്രോജക്റ്റ് ത്രൂ എ ബ്രൗസർ ബേസ്ഡ് കമാൻഡ് ലൈൻ? അതിന് വേണ്ടിയിട്ട് ക്ലൗഡ് ഷെൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ക്ലൗഡ് SQL ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഡാറ്റാബേസ് എഞ്ചിൻ? MySQL ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്ട്സ് വിൽ അലൗ യു ടു പെർഫോം ലൈവ് ഡീബഗിങ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് യുവർ ആപ്ലിക്കേഷൻ? ഓക്കെ, ലൈവ് ഡീബഗിങ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാക്ക് ഡ്രൈവർ ഡീബഗർ നമുക്ക് ഓർക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഈസ് നോട്ട് വാലിഡ് ക്ലൗഡ് സ്റ്റോറേജ് ക്ലാസ്? നമ്മൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. അതിനകത്ത് നമ്മൾ ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറേജ്, ഒന്നും വാലിഡ് അല്ലാത്ത സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ പേര് നോക്കി വെച്ചിരുന്നാൽ മതി. വാലിഡ് ആയ ക്ലൗഡ് സ്റ്റോറേജ് അറിയാമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് അല്ലാത്തത് നമുക്ക് സെലക്ട് ചെയ്യാം. റിഗാർഡിംഗ് ക്ലൗഡ് സ്റ്റോറേജ്, വിച്ച് ഓപ്ഷൻ അലൗസ് എനി യൂസർ ടു ആക്സസ് ക്ലൗഡ് സ്റ്റോറേജ് റിസോഴ്സ് ഫോർ എ ലിമിറ്റഡ് ടൈം യൂസിങ് എ സ്പെസിഫിക് URL? ഒരു സ്പെസിഫിക് URL വെച്ചിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എല്ലാ പബ്ലിക്കായിട്ട് ആക്സസ് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് സൈൻഡ് URLs. സൈൻഡ് URLs വെച്ചിട്ട് നമുക്ക് എല്ലാ യൂസേഴ്സിനും ആക്സസ് കൊടുക്കാം. പക്ഷേ അതൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആക്സസ് ഉണ്ടാവില്ല. ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ വിച്ച് ഈസ് NoSQL ഡാറ്റാബേസ്? ഓക്കെ, അവിടെ നമ്മൾ പഠിക്കേണ്ടത് SQL NoSQL ഡാറ്റാബേസസിനെ പറ്റിയിട്ടാണ്. ഇതിനകത്തൊരു ക്ലൗഡ് ഡാറ്റ സ്റ്റോറാണ് NoSQL ഡാറ്റാബേസ്. ഇനി, കണ്ടെയ്നർ എൻജിൻ അലൗസ് ഓർക്കസ്ട്രേഷൻ ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്? ഡോക്കർ. റിഗാർഡിംഗ് ക്ലൗഡ് IAM, വാട്ട് ടൈപ്പ് ഓഫ് റോൾസ് ആർ അവൈലബിൾ? ഓക്കെ, ക്ലൗഡ് റോൾസ് 2 തരത്തിലുള്ള റോൾസ് ഉണ്ട്. പ്രിമിറ്റീവും ഉണ്ട്, പ്രീഡിഫൈൻഡ് റോൾസും ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോ പ്രോഡക്ട്സ് വിൽ അലോ യു ടു ഹോസ്റ്റ് എ സ്റ്റാറ്റിക് വെബ്സൈറ്റ്? ക്ലൗഡ് സ്റ്റോറേജ് ആണ്. കണ്ടെയ്നർ എൻജിൻ ഈസ് ബിൽട്ട് ഓൺ വിച്ച് ഓപ്പൺ സോഴ്സ് സിസ്റ്റം? Kubernetes. Cloud source repositories provide a hosted version of which version control system? Git ആണ്. Which of the following is an analytics data warehouse? അതിന് വേണ്ടിയിട്ട് നമ്മൾ BigQuery യൂസ് ചെയ്യുന്നത്. Which service offer the ability to create and run virtual machines? Virtual machines നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ എഞ്ചിൻ യൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ എഞ്ചിൻ വെച്ചിട്ട് വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കോഡ് ഡിപ്ലോയ് ചെയ്യാനൊക്കെ പറ്റും. Which of the following is not helpful for mitigating the impact of an unexpected failure or reboot? Answer, configure tags and labels ആണ്. Which tools allows you to sync data in your Google domain with the Active Directory? Google Cloud Directory Sync, GCDS. Regarding cloud storage, which of the following allows for time limited access to buckets and objects without Google accounts? നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻഡ് URLs ആണെന്ന്. Which of the following is a virtual machine instance that can be terminated by computer engine without warning? നമുക്കറിയാം അത് പ്രിയംപ്റ്റബിൾ VMs ആണ്. പ്രിയംപ്റ്റബിൾ VMs എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏത് സമയത്തും അത് സ്റ്റോപ്പ് ആവാം, ടെർമിനേറ്റ് ആകാം. അങ്ങനെയുള്ള VMs ആണ് പ്രിയംപ്റ്റബിൾ VMs. അതിന് നമുക്ക് പൈസ കുറവായിരിക്കും, നല്ല ഡിസ്കൗണ്ട് ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഏത് സമയത്തും ടെർമിനേറ്റ് ആവാം. അപ്പോൾ അങ്ങനൊരു ഏത് സമയത്തും ടെർമിനേറ്റ് ആകാമെന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് പ്രിയംപ്റ്റബിൾ VMs ആയിരിക്കും. റിഗാർഡിംഗ് കമ്പ്യൂട്ടർ എഞ്ചിൻ, വാട്ട് ഈസ് മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ്? എ മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് യൂസസ് ആൻ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് ടു ക്രിയേറ്റ് ഐഡൻറ്റിക്കൽ ഇൻസ്റ്റൻസസ്. നമുക്ക് ഐഡൻറ്റിക്കൽ ഇൻസ്റ്റൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഫയർവാൾ റൂൾസ് ഡസ് ഗൂഗിൾ ക്ലൗഡ്സ് നെറ്റ്വർക്ക് സപ്പോർട്ട്? Deny. How are subnetworks different than the legacy networks? Each subnetwork control IP address range used for instance that are allocated to that subnetwork. Which of the following is not a valid metric for triggering auto scaling? App engine task queues.